ഏറെ അഭിമാനത്തോടെയാണ് ഞാനിവിടെ നിൽക്കുക. എന്താണെന്ന് വെച്ചാല് നമ്മള് നഴ്സിംഗ് സമൂഹം പൊതുവെ സാഹിത്യം, രാഷ്ട്രീയം തുടങ്ങിയ മേഖലകളിലൊന്നും അത്ര താല്പര്യം കാണിക്കാത്തൊരു വിഭാഗമായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ നിന്നുള്ള ഒരാള് ഇത്രയും മനോഹരമായിട്ടൊരു നോവൽ എഴുതുക, അത് DC ബുക്കിന്റെ തിരഞ്ഞെടുത്ത പുസ്തകങ്ങളിൽ ഒന്നായി തീരുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത്തരത്തിലുള്ള നേട്ടത്തിന് ഐശ്വര്യ അർഹയായിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് അഭിമാനമുണ്ട്. എന്താ വെച്ചാൽ നമുക്കൊരു ചെറിയ കാര്യം എഴുതുമ്പോൾ തന്നെ നമുക്കറിയാം അതിൽ എഴുതാൻ എത്രമാത്രം എഫേർട്ട് നമ്മൾ എടുത്താലാണ് നമുക്കത് എഴുതാൻ പറ്റുക. അപ്പൊ ഒരു 300 പേജ്, 317 തോന്നുന്നു, ഓൾമോസ്റ്റ് അത്രയും പേജസ് ഉള്ളൊരു നോവൽ എഴുതുക. ആ നോവൽ എഴുതൽ മാത്രമല്ല, ആ നോവൽ എഴുതി കഴിഞ്ഞാൽ അത് വായിക്കുന്നിടത്ത് നെക്സ്റ്റ് പേജിലേക്ക് പോകാൻ തോന്നുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മളാണെങ്കിലും പലപ്പോഴും പല പുസ്തകങ്ങളും വായിക്കാൻ പകുതി എത്തുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് വായിച്ച് നമ്മൾ നിർത്തും. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊരിക്കലും എനിക്കൊരു മടുപ്പ് തോന്നിയില്ല. എനിക്ക് എന്റെ ലാസ്റ്റ് വരെ അറിയണം എന്ന് ഭയങ്കര ആഗ്രഹം തോന്നിയൊരു പുസ്തകമാണ്. ഒരു കുറ്റാന്വേഷണ നോവൽ പോലെ, ഒരു ത്രില്ലർ പോലെയൊക്കെ തോന്നിയ ഒരു പുസ്തകമാണ്. പിന്നെ അതിന്റെ നെക്സ്റ്റ് എന്തായിരിക്കും സംഭവിക്കുക എന്ന് ഓരോ നിമിഷം നമുക്ക് തോന്നുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനത്തെ ഒരു പിന്നെ നമുക്ക് അങ്ങനെ ഒരു പ്രതീതി ജനിപ്പിക്കാന്ന് വേണ്ട എളുപ്പമല്ല. അത് എഴുതുന്നവർക്ക് അറിയാം, കുറച്ചെങ്കിലും എവിടെയെങ്കിലും സാഹിത്യം കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അറിയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യത്തിൽ വളരെയധികം വിജയിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് പുസ്തകം വായിച്ചപ്പോൾ തോന്നിയത്. പിന്നെ നമുക്ക് ആ സാൻഗിരിയർ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റൽ, പിന്നെ പോണ്ടിച്ചേരി, അതിന്റെ തെരുവുകൾ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കൺമുന്നിൽ കാണുന്ന പോലെ തോന്നും. അത് റിയലി അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താ വെച്ചാൽ നമ്മളൊരു സിനിമ കാണുന്ന പോലെ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു രചനയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാനൊരു സാധാരണക്കാരിയാണ്, എന്നാൽ തന്നെ സാധാരണക്കാരായ മനുഷ്യരെ ഏറ്റവും നന്നായിട്ട് രസിപ്പിക്കാൻ സാധിക്കുന്നു എന്നതാണ് ഈ പുസ്തകത്തിന്റെ ഒരു ഉള്ളടക്കം. പിന്നെ കൊറോണ കാലത്തെ നമ്മുടെയൊക്കെ ജീവിതങ്ങള്, നിലവിൽ നമ്മൾ അനുഭവിക്കുന്ന നിലവിൽ നമ്മൾ അനുഭവിക്കുന്നില്ല കേട്ടോ, ദയ ഹോസ്പിറ്റലിന്റെ കഥയല്ല. നമ്മളെല്ലാം ഓക്കെയാണ്, അല്ല ഓക്കെ, അത് ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. ഇവിടുത്തെ മാനേജ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിൽ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ ചിലരെങ്കിലും അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ എഴുതിയിട്ടുള്ളത്. പിന്നെ കൊറോണയുടെ സമയത്ത് ലോക്ക്ഡൌൺ, നമുക്ക് പ്രിയപ്പെട്ട പല പേഷ്യൻസും നമ്മളെ വിട്ടുപിരിഞ്ഞ അനുഭവങ്ങള്, CPR, പിന്നെ നഴ്സസ് അനുഭവിക്കുന്ന, നമ്മളിപ്പോ ICUലൊക്കെ ആണെങ്കിലും നമുക്ക് മോഷണ സ്മെല്ലൊന്നൊരു വിഷയമല്ല. ഭക്ഷണം കഴിക്കാതൊന്നും പ്രശ്നമില്ല, നമ്മൾ അവിടേക്ക് ഇരുന്ന് കഴിക്കും, സൈഡിലെ റൂമിലേക്ക് ഇരുന്ന് കഴിക്കും. അങ്ങനത്തെ നമ്മളോട് പ്രാധാന്യം പ്രാപിക്കുന്ന ഒരുപാട് അവസരങ്ങളുണ്ട് ഈ നോവലില്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ പുസ്തകം വായിക്കണം. വളരെ നല്ലൊരു പുസ്തകമാണ്. ഇതാണ് എനിക്ക് ഈ പുസ്തകത്തെ കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്. താങ്ക് യു.